നമസ്കാരം എല്ലാവർക്കും മാമൻസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. നമ്മുടെ കപ്പ വെച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ചില്ലി ഗാർലിക് കപ്പ. അപ്പം സാധാരണയായിട്ട് നമ്മുടെ മലയാളികൾ അരിയും തേങ്ങയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള വിഭവമാണ് കപ്പ. അപ്പോൾ അതിനൊരു ചെറിയൊരു ചൈനീസ് മേക്ക് ഓവർ എല്ലാം കൊടുത്തിട്ടുള്ള ഒരു സ്പൈസി പ്രിപ്പറേഷനാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എസ്പെഷ്യലി പാർട്ടികൾക്കെല്ലാം ഒരു സ്റ്റാർട്ടറായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ചില്ലി ഗാർലിക് കപ്പ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഇതിനു വേണ്ടി ഞാൻ കുറച്ച് കപ്പ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1-1.5 ഇഞ്ചോളം നീളത്തിലുള്ള ചെറിയ ചെറിയ പീസുകളാണ്. അപ്പോൾ ഇങ്ങനെ ആദ്യം കപ്പ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കപ്പ ചേർക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ഇത് ഓവർ കുക്കാവാതെ നോക്കണം. ഒരു ജസ്റ്റ് ഒരു 50% കുക്കായാൽ മാത്രം മതിയാവും. കാരണം ഇതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഒരു 50% കുക്കാകുമ്പോഴത്തേക്ക് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് വെള്ളം കളഞ്ഞിട്ട് മാറ്റി വയ്ക്കണം. നമ്മുടെ കപ്പ വെള്ളമെല്ലാം ഊറ്റി നമ്മൾ കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാനായിട്ട് വയ്ക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വേവിച്ച കപ്പ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ വേവിച്ച കപ്പ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റോളം ആയി കാണും. നമ്മുടെ കപ്പ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തുള്ള വെള്ളമെല്ലാം വലിഞ്ഞ് ഇച്ചിരി ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു കിച്ചൺ ടവലിലേക്ക് അതൊന്ന് മാറ്റാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു സോസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 4 ഇൻഗ്രീഡിയൻസ് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. വെളുത്തുള്ളി, സവാള, ക്യാപ്സിക്കം, മല്ലിയില. അപ്പോൾ ഇത് നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വയ്ക്കണം, പൊടിയായിട്ട് അരിഞ്ഞ് വയ്ക്കണം. ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ഒരു 300 ഗ്രാം ഓളം കപ്പയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ സവാള, 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, ഒരു 1-1.5 ടേബിൾ സ്പൂൺ മല്ലിയിലയും അരിഞ്ഞത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു ഫ്രൈങ് പാൻ നന്നായിട്ട് ചൂടാക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഹൈ ഹീറ്റ് ഉള്ളതുകൊണ്ട് വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ അതിലേക്ക് നമ്മൾ അണിയൻസ് ചേർക്കുക. അതും ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് ഏകദേശം വഴന്ന് കഴിഞ്ഞു. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ക്രഷ്ഡ് റെഡ് ചില്ലി, വറ്റൽമുളക് പൊടിച്ചതും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഞാൻ ഏകദേശം ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് മതിയാകും. പിന്നെ അതിലേക്ക് നമുക്ക് ഇനി ചേർക്കേണ്ടത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പം ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഇത് ചേർക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂൺ സോയ സോസും ഇതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് സ്പ്രിംഗ് അണിയനും പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് കട്ടിയായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് കോട്ടിങ് കൺസിസ്റ്റൻസിയിൽ എത്തിക്കാനായിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം നമ്മൾ നേരത്തെ ചേർത്ത സോയ സോസിനകത്ത് ഉപ്പുള്ളത് കൊണ്ട് അധികം വേണ്ടി വരില്ല. വേണമെങ്കിൽ ആവശ്യത്തിന് ഒന്ന് ചെറുതായിട്ടൊന്ന് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോസ് ഏകദേശം റെഡിയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള
കപ്പ ചേർത്ത് കൊടുക്കുക. അധിക നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കപ്പ അല്ലെങ്കിൽ സോഗിയായി പോവും, വലിഞ്ഞു പോവും. അതുകൊണ്ട് ഏകദേശം റെഡിയായി കഴിഞ്ഞു നമ്മുടെ പ്രിപ്പറേഷൻ. അപ്പോൾ ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയായി കഴിഞ്ഞു. ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് അണിയൻ, നമ്മുടെ ഉള്ളിത്തണ്ടും, പിന്നെ കുറച്ച് വെളുത്ത എള്ള്, വൈറ്റ് സെസ്മി സീഡ്സും, കുറച്ച് സാലഡും, പിന്നെ കുറച്ച് സോയാ ബീൻസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെലിഷ്യസ് ചില്ലി ഗാർലിക് കപ്പ റെഡി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചില്ലി ഗാർലിക് മോഗോ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ഗുഡ് ബൈ.